ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സപദാന്തികം. വന്ദേഹം ശ്രീഗുരോഃ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാം ച. ശ്രീരൂപം സാഗ്രജാതാൻ സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം. ശ്രീരാധാകൃഷ്ണപദാൻ സഗണ ലളിതാ ശ്രീവിശാഖാന്വിതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗൽപദേ ഗോപേശ ഗോപികാന്ത ശ്രീരാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി ശ്രീരാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമഃ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധർ ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക്, നമ്മളുടെ ഗുരു അഷ്ടം ക്ലാസ്സിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മൾ രണ്ട് വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് ഗുരു അഷ്ടത്തിലെ 3-ാമത്തെ ശ്ലോകം, അത് കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ സമയം കാണും, നമുക്ക് ഹേരാപഞ്ചമി അതായത് ഇപ്പോൾ ഹേരാപഞ്ചമി ജഗന്നാഥ രഥയാത്രയായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പം ജഗന്നാഥ രഥയാത്ര ഇപ്പം ഈ അടുത്ത സമയത്ത് കൺക്ലൂഡ് ആയതേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം, ഹേരാപഞ്ചമി. അപ്പോൾ ആദ്യം നമുക്ക് ഗുരു അഷ്ടത്തിൻ്റെ 3-ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. ആദ്യ ശ്ലോകം വായിക്കാം, പിന്നീട് നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ശ്രീവിഗ്രഹാരാധന നിത്യനാന ശൃംഗാരതന്മന്ദിരമാർജനാദോ യുക്തസ്യ ഭക്താം ചനയുഞ്ജതോപി വന്ദേ ഗുരു ശ്രീചരണാരവിന്ദം. ഇതിനകത്ത് നമ്മളപ്പോൾ ആദ്യം നമുക്ക് ട്രാൻസ്ലേഷൻ വായിക്കാം. മലയാളത്തിലുള്ള ട്രാൻസ്ലേഷൻ വായിച്ചിട്ട് പിന്നെ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. ആത്മീയ ഗുരു എല്ലായ്പ്പോഴും ക്ഷേത്രത്തിൽ രാധാകൃഷ്ണന്മാരുടെ ആരാധനയിൽ ഏർപ്പെടുകയും തൻ്റെ ശിഷ്യന്മാരെ അതിൽ വ്യാപൃതരാക്കുകയും ചെയ്യുന്നു. അവർ വിഗ്രഹങ്ങൾ അലങ്കരിക്കുക, ക്ഷേത്രം വൃത്തിയാക്കുക തുടങ്ങിയ സേവനങ്ങൾ ഏർപ്പെടുന്നു. ഇപ്രകാരമുള്ള ആത്മീയ ഗുരുവിൻ്റെ പാതാരബന്ധങ്ങൾ ഞാൻ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഇപ്പം നമുക്ക് ഗുരു തരുന്ന 8 അമൂല്യ രത്നങ്ങളിൽ 2 രത്നങ്ങൾ നമ്മൾ കണ്ടു. ആദ്യത്തേത് എന്തുവായിരുന്നു? മായാതത്വം. അതായത് ഈ ഭൗതിക ലോകത്തിൽ എല്ലാ ജീവാത്മാക്കളും മായയുടെ മായാവലയത്തിൽ കുരുങ്ങിക്കിടക്കുകയാണ്. ഏറ്റവും വലിയ എൻ്റെ ഫണ്ണി തിങ് എന്ന് പറഞ്ഞാൽ, തമാശ എന്ന് പറഞ്ഞാൽ, നമ്മൾ മായയ്ക്കകത്ത് കുരുങ്ങിക്കിടക്കുകയാണെങ്കിലും നമ്മൾ സമ്മതിക്കത്തില്ല, നമ്മൾ അറിയുന്നില്ല. അജ്ഞത കൊണ്ട് നമ്മൾ പറയുന്നത് നമ്മൾ സ്വതന്ത്രരാണെന്ന് വിചാരിച്ചിട്ട് ജീവിക്കുകയാണ്. പക്ഷെ നമ്മൾ മായയുടെ ആ ക്ലച്ചസിനകത്ത് കിടക്കുകയാണ്. അതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാക്കുന്നതാണ് നമ്മുടെ ഗുരു, നമ്മളെ ബോധവാന്മാരാക്കുന്നത്. അവിടെ കൊണ്ട് ഇതിരുന്നത് അത് കഴിഞ്ഞ് ഈ ക്ലച്ചസിൽ നിന്ന് എങ്ങനെ വെളിയിൽ വരാമെന്നുള്ളത് ഗുരു നമ്മെ പഠിപ്പിക്കുന്നു. അതിൽ ആദ്യത്താണ് ഗൗരതത്വം. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ചരണാരവിന്ദങ്ങളിൽ ആർ അഭയം പ്രാപിച്ചോ ആ വ്യക്തിക്ക്
മായയിൽ നിന്നും പെട്ടെന്ന് വെളിയിൽ വരാൻ കഴിയും. ആ ഭഗവത്ഗീത ശ്ലോകമുണ്ടല്ലോ, മഹമായ ദുരത്യ മായേവം എന്ന് പറഞ്ഞ ശ്ലോകമുണ്ട്, മറന്നുപോയി ഞാൻ. അതായത് ഭഗവാൻ പറയുന്നുണ്ട്, മായ എൻ്റെ എനർജിയാണ്, ആരെന്നെ അഭിപ്രായിക്കുന്നു അവർ വളരെ ഈസിലി അതിൽ നിന്ന് വെളിവരാൻ കഴിയുമെന്ന്. മൂന്നാമത് നമുക്ക് ഈ മായാതത്വത്തിൽ മായയുടെ ക്ലച്ചസിൽ നിന്നും വെളിവരാൻ വേണ്ടി ഗുരു നമുക്ക് തരുന്ന തത്വമാണ് വിഗ്രഹതത്വം. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ ശ്ലോകത്തിൽ എന്താണ് ശ്രീ ഗുരു പറയുന്നത്? ഏത് സമയത്ത് നമ്മൾ വിഗ്രഹസേവ ചെയ്യുന്നു. വിഗ്രഹസേവ എന്ന് പറയുമ്പോൾ അത് നമ്മൾ വീട്ടിൽ ഫോട്ടോ വെച്ചിട്ടാകാം, അല്ലെങ്കിൽ അമ്പലത്തിലെ വിഗ്രഹസേവയായിരിക്കാം. ഏത് സമയത്ത് നിങ്ങൾ വിഗ്രഹസേവ, അത് ക്ഷേത്രത്തിലായിക്കോട്ടെ നമ്മളുടെ വീടുകളിലായിക്കോട്ടെ, ഈ സൗഭാഗ്യം നമുക്ക് കിട്ടിയത് അല്ലെങ്കിൽ നമുക്ക് അത് തന്നത്, ഇത് അവസരം തന്നത് നമ്മുടെ ഗുരുവാണെന്നുള്ള ഓർമ്മ നമുക്ക് എപ്പോഴും വേണം. നമ്മൾ അതിന് മുമ്പ് ഇങ്ങനെ വിഗ്രഹസേവയെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും കാണില്ല. അപ്പോൾ ഗുരു നമുക്ക് രണ്ട് വിധത്തിലാണ് കൃപ തരുന്നത്. ആദ്യമായിട്ട് നമ്മളെ ഗുരു അതിന് പ്രാപ്തരാക്കുന്നു. ബ്രാഹ്മണ ദീക്ഷ തന്ന് നമ്മളെ ഗുരു ബ്രാഹ്മണരാക്കിയതിന് ശേഷം ആ വിഗ്രഹസേവ എങ്ങനെ ചെയ്യണമെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ട് നമ്മളെ കൊണ്ട് രാധാകൃഷ്ണ വിഗ്രഹസേവ ചെയ്യിക്കുന്നു. കുട്ടിക്കാലത്തേക്ക് നമ്മൾ കരുതിയത് നമ്മൾ ബ്രാഹ്മണരായിട്ട് ജനിച്ചാൽ മാത്രമേ നമുക്ക് വിഗ്രഹം ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന്. പക്ഷേ ശാസ്ത്രങ്ങളിലൂടെയും ഗുരു നമ്മളെ പഠിപ്പിച്ചു. കർമ്മങ്ങളിലൂടെയാണ്, ജന്മങ്ങളിലുള്ള കർമ്മങ്ങളിലൂടെയാണ് ഒരാൾ ബ്രാഹ്മണനാകുന്നത്. ജന്മതേ ജായതേ ശൂദ്ര എന്ന് പറയുന്ന ശ്ലോകം ഉണ്ടല്ലോ. അപ്പം നമ്മൾ കർമ്മങ്ങൾ കൊണ്ട് ബ്രാഹ്മണനായിട്ട് നമുക്കും ബ്രാഹ്മണനായതിന് ശേഷം വിഗ്രഹസേവനം ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഗുരു നമ്മളെ പഠിപ്പിക്കുകയും ഗുരു നമ്മളതിനെ പ്രാപ്തനാക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഗുരുവിൻ്റെ ചരണാരവിന്ദങ്ങളിലാണ് നമ്മൾ വന്ദിക്കേണ്ടത്, അല്ലെ വന്ദിക്കുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോവും, എൻ്റെ ഗുരു എൻ്റെ അടുക്കലല്ല, പിന്നെ എങ്ങനെയാണ് ഗുരു എന്നെ പ്രാപ്തനാക്കിയത്, അല്ലെങ്കിൽ ഗുരു എന്നെ എങ്ങനെയാണ് ഇത് പഠിപ്പിച്ചെന്നുള്ളത്. ഏതൊരു വ്യക്തിയുടെ ആത്മീയ ജീവിതത്തിൽ, ഞാൻ ആ ശ്ലോകം നോക്കുക, ജന്മതേ ജായതേ ശൂദ്ര എന്നുള്ളത്. അപ്പം ഏതൊരു വ്യക്തിയുടെ ആത്മീയ ജീവിതത്തിൽ ഒരു വൈഷ്ണവൻ്റെ അദൃശ്യ കരങ്ങൾ ഉണ്ടായിരിക്കും. നമ്മൾക്കത് ഗുരു നേരിട്ട് വേണമെന്നുമില്ല, ഗുരുവിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്, നമ്മളുടെ ദീക്ഷാ ഗുരുവിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് വേണം നമ്മളെ ഓരോ ശിക്ഷാഗുരുവിനെയും കാണേണ്ടത്. നമ്മൾ ആ ശിക്ഷാഗുരുവിൻ്റെ ശിക്ഷാഗുരുവിൻ്റെ വിശ്വാസമുള്ളതുകൊണ്ടാണ് നമ്മുടെ ദീക്ഷാഗുരു നമ്മളെ അവരുടെ അടുക്കൽ വിട്ടിരിക്കുന്നത്. അപ്പം അവരുടെ കൃപ കൊണ്ടാണ് നമ്മൾ വിഗ്രഹ തത്വത്തിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതും വിഗ്രഹസേവ ചെയ്യാൻ പഠിക്കുന്നതുമല്ല. അപ്പം അതുകൊണ്ട് തന്നെ ആ കടപ്പാട് നമുക്ക് രണ്ട് ഗുരുക്കന്മാരോടും വേണം, ശിക്ഷാഗുരുവിനോടും വേണം, ദീക്ഷാഗുരുവിനോടും വേണം. ആ ശ്ലോകം കാണുന്നില്ല. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ ഒരു കാര്യം ഇപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അത്യാവശ്യം എവിടെയെല്ലാം വിഗ്രഹസേവ നടക്കുന്നോ അതിൻ്റെയൊക്കെ പിന്നിൽ ഒരു ശുദ്ധ വൈഷ്ണവൻ്റെ കരങ്ങളുണ്ടായിരിക്കും. ഞാൻ പറയുന്നത് കൃഷ്ണ വിഗ്രഹ സേവയെക്കുറിച്ചാണ്. അപ്പോൾ പ്രാണപ്രതിഷ്ഠ ചെയ്തിട്ടാണ് വിഗ്രഹം ഉണ്ടാകുക. പ്രാണപ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടർത്ഥത്തിൽ നമുക്കിതെടുക്കാം. ഒന്ന്, ഭഗവാന്റെ പ്രാണൻ്റെ ഒരു അംശത്തെ മന്ത്രോച്ചാരണത്തിലൂടെ ഒരു ശിലയിലേക്ക് ആവാഹിക്കുന്നു. ഇതൊരർത്ഥമാണ്. രണ്ട്, ഇത് ചെയ്യുന്ന ആരാണ്? ഗുരു അല്ലെങ്കിൽ ആചാര്യനാണ്. അപ്പോൾ ആചാര്യന് നാമ ജപത്തിലൂടെ തൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് അതിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ആ ഭഗവാനെ നമ്മൾക്ക് സേവ ചെയ്യാൻ വേണ്ടി, നമ്മൾക്ക് കൃപ തരാൻ വേണ്ടി ഗുരു അല്ലെങ്കിൽ ആചാര്യൻ പ്രാർത്ഥനയിലൂടെ അത് വിഗ്രഹത്തിൽ പ്രതിഷ്ഠിക്കുന്നു. സത്യത്തിൽ ഇതാണ് യഥാർത്ഥ പ്രാണപ്രതിഷ്ഠ. അതായത് ഗുരു അല്ലെങ്കിൽ ആചാര്യൻ തൻ്റെ ഹൃദയത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഭഗവാനെ പ്രാർത്ഥനയിലൂടെ നമ്മളുടെ മുകളിൽ കൃപ ചൊരിയാൻ വേണ്ടി പ്രാർത്ഥനയോട് അത് വിഗ്രഹത്തിൽ സ്ഥാപിച്ചിട്ട് ആ വിഗ്രഹത്തിൻ്റെ സേവ ചെയ്യാൻ നമ്മളെ പ്രാപ്തരാക്കുന്നു. ചൈതന്യലീലയിൽ വക്രേശ്വര പണ്ഡിത്തിനെ കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. വക്രേശ്വര പണ്ഡിത്ത് എന്ന് പറഞ്ഞാൽ ശ്രീവാസാങ്കണത്തിൽ 72 മണിക്കൂർ കണ്ടിന്യൂ നൃത്തം ചെയ്ത വ്യക്തിയായിരുന്നു. ഒരു പ്രാവശ്യം അദ്ദേഹം 6 മണിക്കൂർ നൃത്തം ചെയ്ത് 6 മണിക്കൂർ മൃദംഗം വായിച്ചത് സാക്ഷാൽ ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവായിരുന്നു. അതിനുശേഷം ചൈതന്യ മഹാപ്രഭു പറഞ്ഞത്, ഏത് സമയത്ത് ഇവൻ നൃത്തം ചെയ്യാൻ തുടങ്ങുന്നു ആ സമയത്ത് ഇവൻ്റെ ഹൃദയത്തിൽ കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടിട്ട് നൃത്തം ചെയ്യുന്നു. ആ നൃത്തത്തിന് ഇവൻ അനുകരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. പറഞ്ഞതിൻ്റെ അർത്ഥം, ഏതൊരു ശുദ്ധഭക്തനാണോ, ആ ഗുരുവാണോ, ആചാര്യനാണോ, അവരുടെ ഹൃദയത്തിൽ ഭഗവാൻ സ്വയം വിരാജമാനാകുന്നു. ആ ഭഗവാന്റെ ചൈതന്യത്തെ പ്രാർത്ഥനയുടെ വിഗ്രഹത്തിൽ ആവാഹിക്കുന്ന പ്രക്രിയയ്ക്കാണ് നമ്മൾ പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രാണപ്രതിഷ്ഠ ചെയ്യുമ്പോൾ ഗുരുവിൻ്റെ മനസ്സിലെന്താണ്?
അദ്ദേഹത്തിൻ്റെ ചേതന എന്താണ്? ഇത് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതായത് ജന്മജന്മാന്തരങ്ങളെ ഈ ഭൗതിക ലോകത്തിൽ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന കോടാനുകോടി ജീവാത്മാക്കൾക്ക് ജന്മ മൃത്യു ജരാവ്യാധി ദുഃഖങ്ങളിൽ ഉഴലുന്ന ഈ കോടിക്കണക്കിന് ജീവാത്മാക്കൾക്ക് ഈ ഭൗതിക ബന്ധനത്തിലൊരു മോചനം ആവശ്യമാണ്. ആ മോചനം നേടാനുള്ള ഏറ്റവും സരളമായ മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാധാകൃഷ്ണ സേവയാണ്. ആ സേവ ചെയ്യാനുള്ള തീവ്രമായ ആഗ്രഹം ഓരോ ശിഷ്യൻ്റെ മനസ്സിൽ ഗുരു സ്ഥാപിക്കുന്നു. അങ്ങനെ അവർ വിഗ്രഹസേവ ചെയ്യുമ്പോൾ രാധാകൃഷ്ണ കൃപ അവർക്ക് ലഭിക്കുന്നു. ആ കൃപയിലൂടെ മാത്രമേ ഭക്തിയോഗത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. പ്രാണപ്രതിഷ്ഠ ഏത് സമയത്ത് അത് ചെയ്യുന്നു ഗുരു അഥവാ സാധു തൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. പ്രാണപ്രതിഷ്ഠ സമയത്ത് ഭഗവാനെ, ഈ ഭൗതിക ലോകത്ത് ബദ്ധാവസ്ഥയിൽ കഴിയുന്ന ഈ ജീവാത്മാക്കൾക്കൊരു മോചനം ലഭിക്കാൻ ദയവായി അങ്ങ് ഈ വിഗ്രഹത്തിൽ പ്രകടമായാലും അവരുടെ മേൽ കൃപ ചൊരിഞ്ഞാലും അവർക്ക് അങ്ങയുടെ സേവ ചെയ്യാനുള്ള അവസരം കൊടുത്താലും. ഇതാണ് പ്രാണപ്രതിഷ്ഠ. അപ്പോൾ അത് നമ്മുടെ വീട്ടിലെ ലഡ്ഡുഗോപാലായിക്കോട്ടെ, ഗൗരനിത്തായി ആയിക്കോട്ടെ, ജഗന്നാഥി ആയിക്കോട്ടെ, രാധാകൃഷ്ണൻ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അത് നമ്മുടെ വീട്ടിൽ വരാനുള്ള കാരണമായാലും ശരി, അവരുടെ സേവ ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചതും ഗുരുകൃപ കൊണ്ടാണെന്നുള്ള സത്യം നമ്മൾ മറക്കരുത്. നമുക്ക് തോന്നും ബൈ ചാൻസ് നമ്മളെ കടയിൽ പോയി ഒരു വിഗ്രഹം വാങ്ങിച്ചിട്ടുണ്ടെന്നോ, അതിനകത്തൊക്കെ ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. ആ കണക്ഷനിലെല്ലാം ഗുരുവുണ്ട്. ശ്രീല പ്രഭുപാദ് ലണ്ടനേശ്വരനെ സ്ഥാപിച്ചതിന് ശേഷം കരഞ്ഞുകൊണ്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. വൃന്ദാവനത്തിൽ രാധാ ദാമോദർ ക്ഷേത്രത്തിൽ ഞാൻ വർഷങ്ങളോളം സേവ ചെയ്ത് രാധാ ദാമോദരെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ സ്ഥാപിച്ചു. അവിടെ നിന്ന് ഞാൻ രാധാ ദാമോദരനെ കൂട്ടിക്കൊണ്ടുവന്നു. ഇവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആ രാധാ ദാമോദരാണ് ലണ്ടനേശ്വരമായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരയെ ഒഴുകുകയായിരുന്നു. 2 കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, ഞാൻ ഹൃദയത്തിൽ കൊണ്ടുവന്ന ഭഗവാനെ ഇവർക്ക് വേണ്ടി ഇവിടെ കൊടുക്കുന്നു. 2, ഈ ഭഗവാനെ ശരിക്കും സേവ ചെയ്യാൻ പോലും അറിയാത്ത മ്ലേച്ഛമായ ആൾക്കാരുടെ മുമ്പിൽ ഞാൻ ഭഗവാനെ വിട്ടിട്ട് പോകുകയാണെന്നുള്ള ആ ഒരു അദ്ദേഹത്തിൻ്റെ വിഷമം. അപ്പോൾ പ്രഭുപാദ് ഇടറിയ ശബ്ദത്തോടെയാണ് പറഞ്ഞത്, രാധാ ദാമോദർ ക്ഷേത്രത്തിൽ ഞാൻ നിരന്തരം നാമം ചെയ്തും പ്രാർത്ഥിച്ച് എൻ്റെ ഹൃദയത്തിൽ കൊണ്ടുവന്ന രാമദോദർ ഭഗവാനെ ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാപിക്കുകയാണ്, ഇവിടെ ക്ഷേത്രത്തിൽ സ്ഥാപിക്കുകയാണ്, എൻ്റെ ഹൃദയത്തിൽ നിന്നും ഞാൻ മാറ്റി ഇവിടെ സ്ഥാപിക്കുകയാണ്. അപ്പോൾ അതാണ് ഗുരുകൃപ. അവിടെ ഗുരു തൻ്റെ സ്വന്തം ഭക്തിയെക്കുറിച്ചോ വേറെ ഒന്നിനെക്കുറിച്ചല്ല ചിന്തിച്ച് തൻ്റെ ശിഷ്യന്മാർ എങ്ങനെയെങ്കിലും ആത്മീയമായി ഉയരണം. അതാണ് ഗുരു. അപ്പോൾ ആ ഭഗവാനെ ഞാൻ ഹൃദയത്തിൽ ബന്ധിച്ച് ഇവിടെ ലണ്ടനിൽ കൊണ്ടുവന്ന് പ്രകടമാക്കി. അതും വളരെ സുരക്ഷമായി സൂക്ഷ്മമായി. പ്രിയപ്പെട്ട ഭക്തരെ, ദയവേത് നിങ്ങൾ ആ ഭഗവാനെ ഹൃദയത്തിൽ ധരിച്ചാലും. ഇത് പ്രഭാതിൻ്റെ വാക്കാണ്. അപ്പോൾ ശ്രീവിഗ്രഹാരാധന എന്നാണ്. ഈ ശ്രീവിഗ്രഹത്തിൽ ആരാധന ചെയ്യുന്നു. അത് ഞായറാഴ്ചയോ ഏകാദശി ദിവസമോ ജന്മാഷ്ടമി ദിവസം മാത്രമല്ല, നിത്യേന ദിവസവും നാനാതരത്തിലുള്ള വസ്ത്രങ്ങൾ, നാനാതരത്തിലുള്ള ശൃംഗാരങ്ങൾ ഡെക്കറേഷൻ ചെയ്തിട്ട് ഗുരു ഭഗവാനെ ഒരുക്കുന്നു. പിന്നെയോ മന്ദിരമാർജനാദോ, അതായത് ആ മന്ദിരത്തിനെ വൃത്തിയാക്കുന്നത് ഗുരുവാണ്. ഗുരു വൃത്തിയാക്കിയിട്ട് എങ്ങനെ വൃത്തിയാക്കണം നമ്മളെ പഠിപ്പിക്കുന്നു. നമുക്ക് തോന്നും ഗുരു നമ്മളോട് പറയാൻ തുടയ്ക്കാൻ. ഗുരു അത് ചെയ്ത് പഠിച്ചിട്ടാണ് ഗുരുവായത്. ഇതെല്ലാം നമ്മളോട് എന്തെല്ലാം ചെയ്യാൻ ഗുരു പറയുന്നു. മന്ദിരം വൃത്തിയാക്കാനായാലും പൂമാല കെട്ടാനായാലും പ്രസാദം ഉണ്ടാക്കാനായാലും ഹോൾ വൃത്തിയാക്കാൻ, ഇതെല്ലാം ഗുരു ചെയ്ത് പഠിച്ച് ട്രെയിൻഡ് ആയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഈ പട്ടാളത്തിൽ ആർമിയിൽ ട്രെയിനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഇൻസ്ട്രക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഓടിക്കും ഇങ്ങോട്ട് ഓടിക്കും, അത് ചെയ്ത് ചെയ്യുമ്പോഴേക്കും ഇനി വട്ടാണോ. അവരിവിടം കഴിഞ്ഞ് വന്ന ഇവിടെ ചെയ്ത് ഇതെല്ലാം പഠിച്ച് കഴിഞ്ഞിട്ടാണ് പഠിപ്പിക്കാൻ വേണ്ടി വരുന്നത്. അതേപോലെ ഗുരു എന്തെല്ലാം നമുക്ക് വേണ്ടി പറയുന്നുണ്ടോ അതെല്ലാം ഗുരു ഒരു കാലത്ത് ചെയ്തതാണ്. പിന്നെയോ ഗുരു ഇത് ചെയ്യുന്നത് 2 ഉദ്ദേശത്തോടെയാണ്. ഒന്ന്, ഇൻ ദി മൂഡ് ഓഫ് സെർവൻറ്റ് ഓഫ് ദി സെർവൻറ്റ്, വിനയഭാവം, വിനയത്വം നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരിക. 2, അത് ബാക്കിയുള്ള പുതിയ ആൾക്കാരിൽ പ്രചോദനമേകുക, അവരെ വിഗ്രഹാരാധനയും അമ്പലത്തിലെ സേവയും പഠിപ്പിക്കുക. അതായത് തൻ്റെ ശിഷ്യരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കൃഷ്ണഭക്തിയെ, കൃഷ്ണപ്രേമത്തെ ഗുരു തൻ്റെ പ്രവൃത്തിയിലൂടെ, ഉപദേശത്തിലൂടെ, വചനങ്ങളുടെ ഉണർത്തുക. എല്ലാവരുടെയും ഉള്ളിൽ കൃഷ്ണഭക്തി ഉറങ്ങിക്കിടപ്പുണ്ട്. ഈക്വൽ ക്വാണ്ടിറ്റിയിലാണുള്ളത്. പക്ഷേ അതിന്നും നമ്മളുടെ ഉള്ളിലുള്ള അനർത്ഥങ്ങളാൽ മറഞ്ഞു കിടക്കുകയാണ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ 3 ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. 1, പൊടിപറ്റിയ കണ്ണാടി, 2, ഗർഭസ്ഥയായ ശിശു,
3 പുകമറഞ്ഞ അഗ്നി. പുക മാറുമ്പോൾ അഗ്നി വെളി വരും. 9 മാസം കഴിയുമ്പോൾ കുട്ടി വെളി വരും. പൊടി തുടച്ച് കഴിയുമ്പോൾ ആ കണ്ണാടി മലിനം മാറിക്കഴിയുമ്പോൾ അത് പ്രകാശശോഭിതമാകുന്നതൊക്കെ നമുക്കതിലൂടെ നമ്മളെ കാണാൻ പറ്റും. അതേപോലെ നമ്മുടെ ഉള്ളിലെ അനർത്ഥങ്ങൾ ഇങ്ങനെയുള്ള നാമജപത്തിലൂടെയും വിഗ്രഹ സേവനത്തിലൂടെയും കീർത്തനങ്ങളിലൂടെയും മറ്റ് സേവകളുടെയും മാറി 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 വരുന്നതനുസരിച്ച് നമ്മുടെ ഹൃദയത്തിലുള്ള പരമാത്മാ രൂപത്തിലുള്ള ഭഗവാനെ നമുക്ക് വെളിപ്പെടും. അപ്പം ഇതിനകത്ത് ഇത്രയാണ് വിഗ്രഹത്തിൽ പറയാനുള്ളൂ. ഇനി അടുത്ത് നമുക്ക് പ്രസാദ തത്വം ഉള്ളത് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇനി ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹേരാ പഞ്ചമിയാണ്. ഹേരാ പഞ്ചമി എന്ന് പറഞ്ഞാൽ പുരിയിലെ ജഗന്നാഥ് യാത്രയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഹേരാ പഞ്ചമി. അതായത് ജഗന്നാഥ് പുരിയിൽ നടക്കുന്നതും എന്നാൽ ഇന്ന് മുഴുവൻ ഭാരതത്തിൽ മാത്രമല്ല, ഇന്ന് പ്രഭുപാദിൻ്റെ കൃപ കൊണ്ട് മുഴുവൻ ലോകത്തിലും ആഘോഷിക്കുന്ന ഏറ്റവും മഹത്തായ ഒരു ഉത്സവമാണ് ജഗന്നാഥ് രഥോത്സവം. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഭൂമിയിൽ ഒരു ദിവസം ഒരേ സ്ഥലത്ത് ഒരേ ഉദ്ദേശത്തോടെ ഇത്രയധികം ജനങ്ങൾ ഒന്നിച്ചു കൂടുന്ന, അതായത് ആത്മീയമായ കാര്യത്തിന് ഒന്നിച്ചു കൂടുന്ന വേറെ ഏതെങ്കിലും ഒരു ഉത്സവം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഏതാണ്ട് 15 മുതൽ 20 ലക്ഷം ആൾക്കാരാണ് ജഗന്നാഥ് പുരിയിൽ ജഗന്നാഥ രഥയാത്രയിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ കഥയനുസരിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ കംസനെ വധിച്ചതിന് ശേഷം കുറച്ച് നമുക്കറിയേണ്ട 18 വർഷത്തോളവും മധുരയിൽ താമസിച്ചു. 10 വയസ്സ് കഴിഞ്ഞ് 11ാമത്തെ വയസ്സാകുമ്പോഴാണ് ഭഗവാൻ വൃന്ദാവനത്തിൽ മധുരയിൽ വരുന്നത്. ഏതാണ്ട് 18 വർഷത്തോളം മധുരയിലായിട്ട് 28-29 വയസ്സാകുമ്പോഴാണ് ഭഗവാൻ മധുരയെ ദ്വാരകയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. പിന്നീട് ഭഗവാന്റെ മുഴുവൻ ലീലകളും ദ്വാരകയെ അടിസ്ഥാനം ആക്കിക്കൊണ്ടായിരുന്നു. ദ്വാരകയിൽ നിന്ന് ഹസ്തിനാപുരത്ത് പോകും, ദ്വാരകയിൽ നിന്ന് കുരുക്ഷേത്രത്തിൽ പോകും, ഇങ്ങനെയൊക്കെ പോയിട്ട് വരുമായിരുന്നു. പക്ഷെ ഭഗവാൻ ഒരിക്കൽ പോലും വൃന്ദാവനത്തിൽ പോയില്ല. അപ്പോൾ വൃന്ദാവനവാസികളുടെ ഉള്ളിൽ ഭഗവാനെ കാണാനുള്ള തീവ്രമായ ആഗ്രഹങ്ങൾ കൂടി കൊന്നിട്ട് അവരൊരു പ്രാവശ്യം ഭഗവാനെ കാണാനായിട്ട് കുരുക്ഷേത്രത്തിൽ വരും. അപ്പോൾ ഭഗവാനും കുരുക്ഷേത്രത്തിൽ വരും. ഭഗവാൻ വരുന്നത് പക്ഷേ രാജകീയ വേഷഭൂഷാദികളോടാണ് വരുന്നത്. രഥത്തിൽ 5 കുതിരകളെ സുവർണ രഥം, 5 കുതിരകളെ പൂട്ടിയ സുവർണ രഥം, രത്ന വൈദൂര്യങ്ങളാൽ അലങ്കൃതമായ ശരീരം, കോടികൾ വിലമതിക്കുന്ന രത്നങ്ങൾ പതിച്ച കിരീടങ്ങൾ, സേവകന്മാർ, ഇവരൊക്കെ ആയിട്ട് വരുന്നു. അപ്പം രാധാറാണിക്കും മറ്റു ഗോപികന്മാർക്കും ഇത് കണ്ടിട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവരുടെ മനസ്സിൽ അവർ പ്രതിഷ്ഠിച്ചിരിക്കുന്ന കൃഷ്ണൻ, അവർ കാണാൻ ആഗ്രഹിക്കുന്ന കൃഷ്ണൻ, അവർ ആരാധിക്കുന്ന കൃഷ്ണൻ വളരെ സിമ്പിളാണ്. വൃന്ദാവനത്തിലെ കൃഷ്ണൻ ഒരു ഓടക്കുള്ള ഒരു മയിൽപ്പീലിയും ഒരു പട്ടുവസ്ത്രവും മാത്രം, വേറെ ആടയാഭരണങ്ങളൊന്നും ഇല്ലാത്ത കൃഷ്ണൻ. അവർക്ക് ആ കൃഷ്ണനെ മതി. അപ്പോൾ അവരെന്ത് ചെയ്തു, നമുക്ക് ഈ കൃഷ്ണനെ ഇവിടുന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് മനസ്സുകൊണ്ട് അവർ ആ രഥത്തെ വലിക്കുകയാണ് കുരുക്ഷേത്രത്തിലോട്ട്. അവരുടെ ആ ചേതന, അതായത് ഭഗവാനെ ഇവിടുന്ന് വൃന്ദാവനത്തിൽ കൊണ്ടുപോകണം എന്നുള്ള ആ തീവ്രമായ ആഗ്രഹം, അതിൻ്റെ പ്രതീകമാണ് ജഗന്നാഥ് രഥയാത്ര. ജഗന്നാഥ് രഥയാത്ര ആരംഭിക്കുന്നത് ജഗന്നാഥ ക്ഷേത്രത്തിൽ നിന്നാണ്. നീലാചല ക്ഷേത്രം എന്ന് പറയും, ശ്രീക്ഷേത്രം എന്ന് പറയും, ജഗന്നാഥ് ക്ഷേത്രം എന്ന് പറയും. അവിടുന്ന് ഏകദേശം നേരെ സ്ട്രെയിറ്റ് ആയിട്ട് റോഡുണ്ട്. ഏതാണ്ട് 3.5 കിലോമീറ്റർ മാറി ഗുണ്ടീച്ച മന്ദിരം എന്ന് പറയുന്ന അമ്പലമുണ്ട്. അത് വൃന്ദാവനമായിട്ടാണ് സങ്കല്പം. അപ്പം ഭഗവാനെയും ബലഭദ്ര സുഭദ്രാമയ്യെയും 3 വ്യത്യസ്ത തരത്തിലെത്തി അത്യാഹ്ലാദത്തോടുകൂടിയും ആരവത്തോടുകൂടിയും ഭക്തിയോടുകൂടിയും സന്തോഷത്തോടുകൂടിയും പ്രേമത്തോടുകൂടിയും ഭക്തന്മാർ ഭഗവാനെ രഥത്തിലെത്തി വലിച്ച് ഗുണ്ടീച്ച മന്ദിരം വരെ കൊണ്ടുപോകുന്ന ഈ ഉത്സവമാണ് ജഗന്നാഥ ഉത്സവം. അപ്പോൾ ഈ ദിവസത്തിന് മുമ്പും പിമ്പും വളരെ വളരെ ആഘോഷങ്ങൾ നടക്കാറുണ്ട്. അപ്പം ഈ അവസരത്തിൽ ഭഗവാൻ ശ്രീമന്ദിരത്തിൽ ഇറങ്ങി ഗുണ്ടീച്ച മന്ദിരത്തിൽ വരുമ്പം ഭഗവാൻ ആ വൃന്ദാവനത്തിൻ്റെ ഫീലിംഗ് കിട്ടുകയാണ്. ഇപ്പോൾ രഥയാത്രയ്ക്ക് മുമ്പ് ശേഷം ഒരുപാട് ഉത്സവങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹേരാ പഞ്ചമി. അതിനെക്കുറിച്ചാണ് നമ്മൾ ചേർന്നത്. അപ്പോൾ ഇത് രഥയാത്രയുടെ 5ാമത്തെ ദിവസമാണ്. അത് പഞ്ചമി 5ാമത്തെ ദിവസം. ഹേര എന്ന് പറഞ്ഞാൽ നോക്കുക, കാണുക എന്നൊക്കെ അർത്ഥമുണ്ട്. ടു ലുക്ക് എന്നൊരു അർത്ഥത്തിൽ പറയാം. അതായത് ഇന്ത്യയിലാണെങ്കിൽ ദേഖ്ര എന്ന് പറയും. അപ്പോൾ 5ാമത്തെ ദിവസത്തിനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഭഗവാൻ ശ്രീക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുന്ന ഉടനെ അവിടെ ആരാ ഉള്ളത്? ഇവിടെ രാധാറാണി അല്ല ഉള്ളത്, അവിടെ ലക്ഷ്മി ദേവിയാണ്. അപ്പോൾ ലക്ഷ്മി ദേവിയോട് പറയുന്നുണ്ട്, ഞാൻ പോയിട്ട് വന്നു. അപ്പോൾ ഇവർ 3 പേരുടെ പോകുമ്പോൾ ലക്ഷ്മി ദേവിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാര്യം പെണ്ണുങ്ങളുടെ സ്വഭാവം അറിയാമല്ലോ, ദേവതയാണെങ്കിലും. ആരുടെ കൂടെ പോകുന്നത്? പെങ്ങളും സഹോദരനുമായിട്ടാണ് പോകുന്നത്. എന്നെ ഇവിടെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോയില്ല, പിന്നെ ഒരു ആശ്വാസം, നാളെ വരുമെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവരവിടെ പോയി ഇരുന്നു. എവിടെ? ഗുണ്ടീച്ച മന്ദിറിൽ. അവിടെ ഭഗവാന്റെ സേവ, ഭഗവാൻ ഉണ്ടാക്കുന്ന പ്രസാദങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും വൃന്ദാവന ഭാവത്തിലാണ്, അവിടെ അല്ല പ്രേമഭാവത്തിലാണ്. അപ്പോൾ ഭഗവാൻ ആ പ്രേമം ആസ്വദിച്ച് കാര്യം അവിടെ എല്ലാം ഭഗവാൻ നോക്കുമ്പോൾ വൃന്ദാവനവാസികളായിട്ടാണ് സങ്കല്പം.
അവിടെ വരുന്ന ഭക്തരെല്ലാം വൃന്ദാവന ഗോപന്മാരും ഗോപികമാരുമായിട്ടാണ് ഭഗവാൻ കാണുന്നത്. അപ്പോൾ ഭഗവാൻ അവിടെ തിരിച്ച് ഇങ്ങോട്ട് ഈ ശ്രീമന്ദിരത്തിൽ വരാൻ തോന്നുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം വരാൻ എന്ന് പറഞ്ഞപ്പോൾ ആൾ ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഇവിടെ ലക്ഷ്മി ദേവിക്ക് ഇരിപ്പുറയ്ക്കുന്നില്ല. ഇന്നലെ വരാമെന്ന് പറഞ്ഞ ആൾ 3 ദിവസം കഴിഞ്ഞു, 4 ദിവസം കഴിഞ്ഞു. 5-ാമത്തെ ദിവസം ലക്ഷ്മി ദേവി ഇറങ്ങി അവിടുന്ന്. ലക്ഷ്മി ദേവി ഇറങ്ങി തൻ്റെ സേവകന്മാരെ വിളിച്ചൊരു പല്ലക്കൊരുക്കി ആ പല്ലക്കിൽ കയറി ഭഗവാനെ തിരക്കി ഗുണ്ടിച്ച മന്ദിരത്തിൽ വരുന്ന ആ ഉത്സവമാണ് ഹേരാ പഞ്ചമി, അതായത് ജഗന്നാഥ് രഥയാത്രയുടെ 5-ാമത്തെ ദിവസം. അപ്പോൾ ഇവിടെ 2 തരത്തിൽ പറയുന്നുണ്ട്. അതായത് ഇപ്രകാരം രഥയാത്രയുടെ 5-ാമത്തെ ദിവസം ദേവി സ്വയം വിപൂര ആഭൂഷണങ്ങളെല്ലാം അണിഞ്ഞ് പട്ടുവസ്ത്രങ്ങളൊക്കെ ധരിച്ച് പിന്നെ ശ്രീമന്ദിരത്തിൽ ഗുണ്ടിച്ച മന്ദിരത്തിലേക്ക് പോകാൻ വരുന്നു. അപ്പോൾ ദേവിയുടെ സഹിമാർ ഭഗവാനെ കൊണ്ടുവരുന്നത് ഇപ്പം പാണ്ഡകളാണ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഇവിടെ 2 വിധത്തിൽ പറയുന്നു. ഒന്ന്, ആദ്യം പറയുന്നത് ഭഗവാൻ ഇപ്പോൾ വളരെ ക്രൂദ്ധയായിട്ടാണ് ദേവി വരുന്നത്. അപ്പം ഭഗവാന്റെ പൂജാരി ദൂരെ നിന്ന് കണ്ടു ദേവി വളരെ കോപത്തോടെ വരുന്നു. ഓടിച്ചെന്ന് നടയിൽ ചെന്നിട്ട് ഭഗവാനോട് പറയും, ലക്ഷ്മി ദേവി വരുന്നു, ഭയങ്കര ദേഷ്യത്തോടാണ് വരുന്നത്, എന്ത് ചെയ്യണമെന്ന് ചോദിക്കും. എന്നോട് ഒരു പൂമാല എടുത്ത് പറഞ്ഞു, ഇത് ദേവിക്ക് കൊടുത്തിട്ട് നടയടച്ചിട്ട് ഞാൻ ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പോൾ പൂജാരി വെളി വന്നിട്ട് ദേവിക്ക് മാല കൊടുത്തിട്ട് പറയും ഭഗവാൻ ഇല്ല എന്ന് പറയും. ഭഗവാൻ പോകും. അപ്പോൾ ദേവി വന്ന് നോക്കുമ്പോൾ നട അടച്ചിരിക്കുകയാണ്. ഭയങ്കര ദേഷ്യം, എവിടെ പോയി, എന്തായി, എന്നെ തിരക്കുന്നില്ല, 5 ദിവസമായി എന്ന് പറഞ്ഞ് വെളി വന്നിട്ട് വൈകുന്നേരം വരെ അവിടെ കറങ്ങി നടക്കും വിഗ്രഹം. പാണ്ഡവരും കൂടിയുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു പോകാൻ സമയമാകുമ്പോൾ ഭഗവാന്റെ രഥം അവിടെ കാണും. ആ രഥത്തിനെ ഉടയ്ക്കും. രഥത്തിൻ്റെ ഒരു സൈഡ് മൊത്തം ഉടച്ചിട്ട് അവിടെ തിരിഞ്ഞു നിന്നിട്ട് അലറിക്കൊണ്ടാണ് പറയുന്നത്, ഇനി തിരിച്ചങ്ങ് വാ, ആഹാരം പ്രസാദം ആരാ ഉണ്ടാക്കി തരുന്ന നോക്കട്ടെ എന്നും പറഞ്ഞ് അവിടെ വരും. എവിടെ? ശ്രീമന്ദിരത്തിൽ വരും, ജഗന്നാഥ ക്ഷേത്രത്തിൽ വരും. അന്ന് രാത്രിയിൽ ഭഗവാന്റെ അടുക്കളയിലെ മൊത്തം അടുപ്പുകൾ 700 അടുപ്പുകളും അടിച്ച് പൊട്ടിക്കും ദേവി. എല്ലാം നശിപ്പിച്ചിട്ട് പോയി തൻ്റെ ശ്രീകോവിലിനകത്ത് കയറി അകത്തുനിന്ന് അടച്ച് അതിനകത്തിരിക്കും. അവിടെ 5 ദിവസം കഴിഞ്ഞ് 6 ദിവസം കഴിഞ്ഞ് 7, 8, 9 ആയപ്പോൾ ഭഗവാൻ പേര് ഇനിയും പോയില്ലെങ്കിൽ കുഴപ്പമാകും, ഇനിയും പോകാമെന്ന് പറഞ്ഞിട്ട് വളരെ വിഷമിച്ചാണ് അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ വരും. ഇവിടെ വരെ നേരെ കോവിലിൽ പോത്തില്ല. അവിടെ പാർവതി ദേവിയുടെ ക്ഷേത്രത്തിലാണ് ആദ്യം പോകുന്നത്, വിമലാദേവിയുടെ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ദേവിക്കറിയാം ലക്ഷ്മി ദേവി ഇന്നൊന്നും ഉണ്ടാക്കി കൊടുക്കത്തില്ല, അടുപ്പെല്ലാം അടിച്ച് പൊട്ടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് ദേവി ഒരുപാട് സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കി ഭഗവാന് നേദിക്കും. ഭഗവാൻ അതിൽ നിന്ന് 2 കലം എടുക്കും. ഈ ഏറ്റവും സ്വീറ്റായിട്ടുള്ള ഗുലാബ് ജാമുനും രസഗുല്ല അങ്ങനെയുള്ള 2 കലം എടുത്തിട്ട് ലക്ഷ്മി ദേവിയുടെ അവിടെ വരും. അന്ന് സോറിയൊക്കെ പറഞ്ഞ് ഇതെല്ലാം കൊടുത്ത് ദേവിക്ക് കൊടുത്ത് മനയിച്ചു കൊണ്ടുപോകും. ഇത് ഒരു വശം. രണ്ടാമത് പറയുന്നത്, ലക്ഷ്മി ദേവി വന്നു കഴിയുമ്പോൾ പൂജാരി വരും. പൂജാരി വന്ന് ലക്ഷ്മി ദേവിയുടെ വെളി വെച്ച് തന്നെ പൂജകളെല്ലാം ചെയ്ത് ആർത്തിയെല്ലാം ചെയ്ത് വിളക്ക് കഴിയുമ്പോൾ ലക്ഷ്മിക്ക് തോർച്ച് തണുക്കും. നേരെ അകത്തുള്ളി ഭഗവാന്റെ വിഗ്രഹത്തിന് അഭിമുഖമായിട്ടിരുത്തും. അപ്പോൾ ദേവിക്ക് ഒത്തിരി സന്തോഷമായി, ഭഗവാനെ കൺമുമ്പിൽ കണ്ടല്ലോ. ഉടനെ ഭഗവാൻ പറയുന്നുണ്ട്, ഞാൻ 2 ദിവസത്തിനുള്ളിൽ വരാം, ദേവി പൊയ്ക്കോ എന്ന് പറയും. അങ്ങനെ ഇറങ്ങി വരും. സമാധാനമായിട്ട് ഇറങ്ങി വരുമ്പോൾ ഈ രഥം കാണുമ്പോൾ ദേഷ്യം വരും. ആ ഭാവത്തിലും രഥത്തിൻ്റെ വീൽ അടിച്ചു പൊട്ടിച്ചിട്ടാണ് പോകുന്നത്. ഇങ്ങനെ 2 വിധത്തിൽ പറയുന്നുണ്ട്. ലക്ഷ്മിയെ ദേവിയെ സമാധാനിച്ച് വിടുന്നുണ്ടെന്ന്. അപ്പോൾ ഈ പ്രഥയ്ക്കാണ് ഇതിന്. അത് കഴിഞ്ഞിട്ട് ദേവി തിരിച്ചു പോകുന്നുണ്ടല്ലോ. തിരിച്ചു പോകുന്നതിന് ബഹുരാ യാത്ര എന്ന് പറയും. അതായത് വരുന്ന ജഗന്നാഥ യാത്രയുണ്ട്, തിരിച്ചു പോകുന്നതിന് രഥഭംഗ് എന്ന് പറയും, രഥഭംഗെന്ന് പറയും. ബഹുരായാത്ര എന്ന് പറഞ്ഞത് ഭഗവാൻ തിരിച്ചു പോകുന്നതാണ് പറയുന്നത്. അപ്പം ഈ ഹേര പഞ്ചമി ഈ ഉത്സവം വിപ്രലംബ ഭാവത്തെ വളരെ മനോഹരമായിട്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വിപ്രലംബ ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃന്ദാവനത്തിൽ ഭഗവാൻ ഉള്ളപ്പം എത്രമാത്രം ഗോപികമാർ ഭഗവാനെ സ്മരിക്കുമായിരുന്നു, എത്രമാത്രം പ്രേമഭാവത്തോട് ഭഗവാന്റെ സേവയും ഭഗവാൻ ഓർക്കുകയും ചെയ്യായിരുന്നു. അതിനേക്കാളേറെ ഭഗവാൻ വൃന്ദാവനം വിട്ട് മധുരയിൽ പോയപ്പോൾ ഗോപികമാർ ഭഗവാനെക്കുറിച്ച് ഓർക്കുമായിരുന്നു. അപ്പോൾ വിപ്രലംബ ഭാവം എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഇല്ലാത്ത, തൊട്ടടുത്ത് ഭഗവാനോ ഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹം ഇല്ലാത്ത അവസ്ഥയിൽ ഭഗവാനെക്കുറിച്ച് നമ്മൾ സ്മരിക്കുന്നതിനാണ് വിപ്രലംബ ഭാവം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഫോട്ടോയോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ നമുക്ക് ഭഗവാനെ സ്മരിക്കാൻ എളുപ്പം നമുക്ക് ഓർമ്മ വരും. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ ഭഗവാനെ സ്മരിക്കുകയാണെങ്കിൽ, ഭഗവാനെ നമുക്ക് സേവ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അതിന് വിപ്രലംബ ഭാവം എന്ന് പറയും. അപ്പോൾ ചൈതന്യ മഹാപ്രഭു നമുക്കറിയാം സ്വയം ഭഗവാനാണ്. ശ്രീമതി രാധാറാണിയുടെ മനോഭാവവും ഭാവത്തോട് ഈ കലിയുഗത്തിൽ പ്രകടമായി. അപ്പോൾ ചൈതന്യ മഹാപ്രഭു
മഹാപ്രഭു ഈ ജഗന്നാഥ് രഥയാത്രയിൽ രഥത്തെ വലിക്കുന്ന സമയത്ത് സ്വയം രാധാറാണി ഭഗവാനെ തൻ്റെ ഒപ്പം വൃന്ദാവനത്തിൽ തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെന്ന് തോന്നുമായിരുന്നു. അപ്പം ചൈതന്യ മഹാപ്രഭു, ശ്രദ്ധിച്ച് കേൾക്കുക, ചൈതന്യ മഹാപ്രഭു സാക്ഷാൽ കൃഷ്ണനാണ്, പക്ഷെ വന്നത് രാധാറാണിയുടെ ഭാവത്തോടുകൂടിയാണ് വന്നത്. അപ്പോൾ ചൈതന്യ മഹാപ്രഭു രഥം വലിക്കുമ്പം ജഗന്നാഥ സ്വാമിക്ക് തോന്നുന്നതും കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്ക് തോന്നുന്നതും രാധാറാണി സ്വയം വന്നിട്ട് ഭഗവാനെ വലിച്ച് വൃന്ദാവനത്തിൽ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഈ രഥയാത്രയിൽ ചൈതന്യ മഹാപ്രഭു വളരെ ഇതായിട്ട് വിവിധ തരത്തിലുള്ള വികാരങ്ങൾ പ്രകടമാക്കുമായിരുന്നു. അതായത് നമുക്ക് മനസ്സിലാക്കാനോ വിവരിക്കാനോ കഴിയാത്ത വികാരങ്ങളായിരുന്നു. കാരണം രാധാറാണിയുടെ ഭാവമാണ്, ഭഗവാൻ ഇവിടെയാണ്, രാധാറാണിക്കെന്ന് വേണം ഭഗവാനെ വൃന്ദാവനത്തിൽ കൊണ്ടുവരണം. അപ്പോൾ ആ വികാരം, ആ മുഖത്തുണ്ടാകുന്ന ഭാവഭേദങ്ങൾ, അഷ്ടവികാരങ്ങൾ, ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാനും കഴിയില്ല, വിവരിക്കാനും കഴിയില്ല. അതായത് വൃന്ദാവനത്തിൽ എപ്രകാരമാണോ ഭഗവാനെ ഒന്ന് കാണാനായി അവർ കാണിക്കുന്ന തീവ്രത, അതായത് വൃന്ദാവനവാസികളുടെ ഉള്ളിലുണ്ടാകുന്ന തീവ്രത, ഭഗവാൻ വൃന്ദാവനത്തിൽ നിന്നും മധുരയിൽ വന്നതിന് ശേഷം അവരുടെ ഉള്ളിൽ ഭഗവാനെ ഒന്ന് കാണാനുള്ള ആ തീവ്രത, അത് എപ്രകാരമാണോ, അതായത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ ലക്ഷ്മി ദേവി വെറും 3.5 കിലോമീറ്റർ അപ്പുറത്ത് ഉള്ള ഭഗവാനെ കാണാൻ വയ്യാത്ത ഇത്രയും വികാരക്ഷോഭിതയായെങ്കിൽ വൃന്ദാവനത്തിൽ നിന്നും മധുരയിൽ പോയ ഭഗവാനെ കാണാനുള്ള അവരുടെ മാനസികമായ തീവ്രത ഗോപികമാരുടെയും ഗോപന്മാരുടെയും എത്രമായിരിക്കും. അപ്പം അവരും അതേപോലെ തന്നെ ഭഗവാനോടുള്ള അവരുടെ പ്രേമം അത് നമുക്ക് വിവരിക്കാൻ പറ്റില്ല. അതനുസരിച്ച് ഭഗവാൻ ആദാനം പ്രദാനം ചെയ്യണം. അതുകൊണ്ടാണ് ഭഗവാൻ ശ്രീമന്ദിരത്തിലും ഗുണ്ടീച്ച മന്ദിരത്തിൽ വരുന്നത്. അപ്പോൾ വൃന്ദാവനവാസികളും ലക്ഷ്മി ദേവിക്കും ഭഗവാനെ കാണാൻ എത്രമാത്രം ഉത്സുകരായിരുന്നോ, സ്വയം ഭഗവാനും അവരെ കാണാൻ എത്രമാത്രം ഉത്സുകരായിരുന്നു. അതുപോലെ തന്നെ നമ്മൾക്ക് ഭഗവാനെ കാണാൻ എത്രമാത്രം തീവ്രമായ ആഗ്രഹം നമ്മളുടെ ഉള്ളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, അത്രമാത്രം അല്ലെങ്കിൽ അതിനേക്കാൾ 1000 ഇരട്ടി തീവ്രമായ ആഗ്രഹം ഭഗവാന് നമ്മളെ കാണാനും ഉണ്ടാകും. നമ്മൾ എത്ര ഭഗവാനെ സ്നേഹിക്കുന്നോ അതിൻ്റെ 1000 ഇരട്ടി, നമ്മൾ എത്ര ഭഗവാനെ പ്രേമിക്കുന്നോ അതിൻ്റെ 10,000 ഇരട്ടി സ്നേഹവും പ്രേമവും കൃഷ്ണൻ നമുക്ക് തരും. പക്ഷെ നമുക്കതുപോലെ സ്നേഹിക്കാനും പ്രേമിക്കാനും കഴിയണം. അതായത് ഹീരാപഞ്ചമി ഉത്സവത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ ഒരു സാധക് സ്റ്റേജിലാണ്, സാധനാഭക്തി ചെയ്യുന്നവരെയാണ് സാധക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഭഗവാന് വേണ്ടി, ഭഗവാന്റെ സേവ ചെയ്യുന്നതിന് വേണ്ടി എപ്പോൾ നമ്മൾ വൃന്ദാവനവാസികളുടെ ഉള്ളിൽ അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ ഉള്ളിലുള്ള ഉത്സുകത ക്രിയേറ്റ് ചെയ്യുന്നു, കാണിക്കുന്നു, അപ്പോൾ ഭഗവാൻ നമ്മളുടെ സേവ സ്വീകരിക്കാനും അതുപോലെയുള്ള ഉത്സുകത കാണിക്കും. നമ്മുടെ ഉള്ളിൽ ആ തീവ്രമായ ആഗ്രഹം വേണം, ദൃഢനിശ്ചയം വേണം. നമുക്കില്ലാത്തതുപോലെ നമുക്ക് ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ നമ്മുടെ ആഗ്രഹങ്ങളെ ഞാൻ ഉപമിക്കുന്നത് മെഴുകുതിരിയായിട്ടാണ്. മെഴുകുതിരിക്കുള്ള ഗുണം എന്താണെന്ന് കത്തിച്ച് വെച്ച് ഒരു ഉതുതി അത് കെട്ടുപോകും. പക്ഷെ നമ്മുടെ ഉള്ളിൽ കാട്ടുതീ പോലെയുള്ള ആഗ്രഹങ്ങൾ വേണം, ഭഗവത് സേവ ചെയ്യാൻ, ഭഗവാനെ കാണാൻ, ഭഗവാനെ സ്നേഹിക്കാൻ, ഭഗവാനെ പ്രേമിക്കാൻ. കാട്ടുതീയിൽ ഊതുകയല്ല, കൊടുങ്കാറ്റ് വന്നാലും ശരി അത് ആളിക്കത്തും. നമ്മുടെ ഉള്ളിൽ മെഴുകുതിരി പോലുള്ള ആഗ്രഹങ്ങൾ ശൂന്നൊരു ഊതിയ കെടുവെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ, ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, ചെറിയ ചെറിയ വേദനകൾ വരുമ്പോൾ നമ്മൾ കൃഷ്ണനെ മറക്കും, ഭക്തിയെ വിടും. കാരണം നമ്മളുടെ ആഗ്രഹം, നമ്മളുടെ ഇച്ഛാശക്തി, കൃഷ്ണനുള്ള പ്രേമം വെറൊരു ക്യാൻഡിലൈറ്റിൻ്റെ അത്രയേ ഉള്ളൂ. അതേസമയം നമ്മുടെ ഉള്ളിൽ കാട്ടുതീയെ പോലെയുള്ള ആഗ്രഹങ്ങളും പ്രേമവും തീവ്രമായ ദൃഢനിശ്ചയവുമാണെങ്കിൽ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും, അത് സാമ്പത്തിക ബുദ്ധിമുട്ടായിക്കോട്ടെ, ശാരീരിക ബുദ്ധിമുട്ടായിക്കോട്ടെ, കുടുംബത്തിലെ ബുദ്ധിമുട്ടായിക്കോട്ടെ, സമൂഹത്തിലെ ബുദ്ധിമുട്ടായിക്കോട്ടെ, അത് വരുമ്പോൾ നമ്മുടെ ഉള്ളിലെ കൃഷ്ണഭക്തി ആളിക്കത്തണം. അതാണ് കുന്തി മഹാറാണി പാടുന്ന വിബുധ സന്തത ശശ്വതത്ര ജഗൽ ഗുരു ഭഗവത് ദർശനം എൽസാർ ഭവ അദർശനം. അതായത് എൻ്റെ ജീവിതത്തിൽ ഇനിയും ദുഃഖങ്ങൾ വന്നുകൊള്ളട്ടെ, എത്രയോ ദുഃഖങ്ങൾ വന്നാലും ശരി അങ്ങേ ഓർക്കാൻ കഴിയുള്ളൂ. ഇവിടെ ദുഃഖത്തിനല്ല കുന്തി മഹാറാണി പ്രാധാന്യം കൊടുക്കുന്നത്, ഭഗവത് സേവയ്ക്കാണ്, ഭഗവാനെ കാണാനുള്ള സൗഭാഗ്യത്തെയാണ്. അതേപോലെ നമ്മളുടെ ഉള്ളിൽ തീവ്രമായ ആഗ്രഹം, കാട്ടുതീ പോലെ പടരുന്ന ആ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ നമുക്കും ഇതുപോലെ പറയാൻ പറ്റും, കൃഷ്ണ എന്തെല്ലാം ദുഃഖങ്ങൾ വന്നുവിട്ട ജീവിതത്തിൽ ഞാൻ അതെല്ലാം സഹിക്കാൻ തയ്യാറാണ്, പക്ഷേ അങ്ങയുടെ പാതാരബിന്ദങ്ങളുടെ എൻ്റെ ആശ്രയത്തെ അങ്ങ് തട്ടിക്കളയരുത്, എന്നെ കൈയൊഴിയരുത്, എനിക്ക് അങ്ങല്ലാതെ ആരുമില്ല,
എനിക്ക് അങ്ങ് മാത്രമാണ് അഭയം എന്ന് പറയാൻ നമുക്ക് അന്നേരം സമയത്ത് കഴിയും. അപ്പോൾ അതേപോലെ ഇപ്പം ഞാനിവിടെ പറഞ്ഞു, ലക്ഷ്മി ദേവിയെ കൊണ്ടുവന്ന് വിഗ്രഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഭഗവാന്റെ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ കൊണ്ട് ലക്ഷ്മി ദേവിയുടെ വിഗ്രഹം ഇരുത്തി പൂജാരി എന്ന് പറയുന്നത്. കാരണം എന്താ, ലക്ഷ്മി ദേവിയുടെ ഉള്ളിൽ ഭഗവാനെ സേവിക്കാനും കാണാനുള്ള തീവ്രമായ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ തീവ്രമായ ആഗ്രഹം നമ്മുടെ ഉള്ളിലും ഉണ്ടെങ്കിൽ ഒരു ദിവസം നമുക്കും ഭഗവാനെ അഭിമുഖം കാണാൻ പറ്റും. ഈ ഭൗതിക ലോകത്തിലല്ല, ആത്മീയ ലോകത്തിൽ, ഗോലോക വൃന്ദാവനത്തിൽ ഇതേപോലെ നമുക്ക് ഫേസ് ടു ഫേസ് ഭഗവാനെ കാണാൻ ഉള്ള അവസരം ഭഗവാൻ തരും. അപ്പോൾ ഈ കലിയുഗത്തിൽ ഭഗവാന്റെ പ്രേമഭക്തി ലഭിക്കാൻ എന്ത് വേണം? ഭഗവാന്റെ പവിത്ര നാമജപം നിരന്തരം. എത്ര അധികം നാമം ജപിക്കുന്നു അത്രയും പെട്ടെന്ന് നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കും. എത്ര പെട്ടെന്ന് ഹൃദയം ശുദ്ധീകരിക്കുന്നു അത്രയും പെട്ടെന്ന് ആ ഹൃദയത്തിൽ ഭഗവാൻ വസിക്കും. ഇപ്പോൾ ഭക്തിപൂർവ്വം, പ്രേമപൂർവ്വം, സ്നേഹപൂർവ്വം, അപരാധരഹിതമായി നമ്മളും ഭഗവാന്റെ ദിവ്യനാമത്തിൻ്റെ ജപം തുടർച്ചയായി ചെയ്താൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഹേരാപഞ്ചമി ഒരു ദിവസം വരും. കാരണം ഹേരാപഞ്ചമി ദിവസമാണ് ലക്ഷ്മി ദേവിക്ക് 5 ദിവസത്തിന് ശേഷം ഭഗവാനെ കാണാൻ കഴിഞ്ഞത്. നമുക്ക് 5, 50, 500, 100, 1000 ജന്മത്തിന് ശേഷമായാലും ശരി ഭഗവാനെ കാണാൻ കഴിയും. പക്ഷെ നമ്മൾ ഭക്തിപൂർവ്വം, പ്രേമപൂർവ്വം, സ്നേഹപൂർവ്വം, അപരാധരഹിതമായിട്ട് ഭഗവാന്റെ നാമം നിരന്തരം ഉച്ചരിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ജഗന്നാഥസ്വാമി നയനപദഗാമി ഭവതുമേ, അതായത് ഒരു ദിവസം എനിക്കും അങ്ങയുടെ ദർശനം കിട്ടണം. ജയ് ജഗന്നാഥ്. നീലാഞ്ചല നിവാസായ നിത്യായ പരമാത്മനെ ബലഭദ്രായ സുഭദ്രാഭ്യാം ജഗന്നാഥായ തേ നമഃ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. അപ്പോൾ അടുത്ത 4ാമത്തെ ശ്ലോകമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഹരേ കൃഷ്ണ.